എല്ലാവർക്കും റൂട്ട്സ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തട്ട ഒടിച്ചിൽ, അതായത് തട്ടയുടെ പകുതി ഭാഗം വെച്ച് ഒടിയുന്നൊരു പ്രശ്നം. അതുപോലെ തന്നെ പോള പൊളിഞ്ഞിട്ട് പോളകളൊക്കെ പൊട്ടി അതിനുശേഷം ചെടി ഒടിയുന്ന ഒരവസ്ഥ. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് ഫിസേരിയം എന്ന് പറയുന്ന കുമിൾ രോഗമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ ഫിസേരിയം കുമിളുകളുടെ ആധിക്യം കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഫിസേരിയം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ തന്നെ ഉത്ഭവിച്ച, അതായത് സോയിൽ ബോൺ പാത്തജൻ എന്ന് പറയും, മണ്ണിൽ തന്നെ നിലകൊള്ളുന്ന ദീർഘകാലം നിലകൊള്ളുവാൻ കഴിവുള്ള കുമിളുകളാണ്. അപ്പോൾ ദീർഘകാലമായി മണ്ണിൽ നിലകൊള്ളുന്ന ഫിസേരിയം കുമിളുകൾ കൂടുതലായിട്ടും ആക്രമിക്കുന്നത് ചെടികളുടെ വേര് പടലങ്ങളെയാണ്. അതായത് ചെടികളുടെ വേരിനെ നശിപ്പിക്കുകയും അതുവഴി നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ചെടികളുടെ വാസ്കുലാർ സിസ്റ്റം, അതായത് വാസ്കുലാർ സംവിധാനം, നമ്മൾ പറയുന്ന സൈലം വെസൽസ്, ഫ്ലോയം വെസൽസ്, അതായത് നമ്മുടെ മണ്ണിൽ നിന്നും ജലത്തിനെയും പോഷകങ്ങളെയൊക്കെ ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അതിലേക്ക് പ്രവേശിച്ച് അത് ബ്ലോക്ക് ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ചെടികൾക്ക് വേണ്ട രീതിയിൽ പോഷകങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥ വരികയും ചെടികൾ വാടിപ്പോവുകയും അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ഫിസേരിയം കുമിളുകൾ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞു ഫിസേരിയം എന്ന് പറയുന്നത് അതിൻ്റെ ആധിക്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് മണ്ണിൽ തന്നെയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ്. അന്തരീക്ഷത്തിൽ ചൂട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിലെ ടെമ്പറേച്ചറും നല്ലപോലെ തന്നെ ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മണ്ണിലെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലുള്ള ഈ ഫിസേരിയം കുമിളുകൾ അതിൻ്റെ പോപ്പുലേഷൻ ഇരട്ടിക്കുകയും നല്ലപോലെ തന്നെ അതിൻ്റെ ആധിക്യം മണ്ണിൽ കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചൂട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് ചെറിയ തളർച്ച സംഭവിക്കും. അതുവഴി വേരുകൾക്ക് ചെറിയ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചെടികളുടെ ഒരു പ്രതിരോധം നഷ്ടപ്പെടുകയും വേരുകളുടെ ആ ഒരു ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് മണ്ണിലെ കുമിളുകൾ വേഗം തന്നെ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കും, വേര് വഴി നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കും. അതുമാത്രമല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കുമിളുകളുടെ ആധിക്യം മണ്ണിൽ വളരെയധികം കൂടുതലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേരുകൾക്കുണ്ടാകുന്ന മുറിവിലൂടെയും അതുപോലെ വെള്ളം നമ്മുടെ വേരുകൾ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ വഴിയും നമ്മുടെ ഈ ഫിസേരിയം കുമിളുകൾ പെട്ടെന്ന് നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫിസേരിയം രോഗലക്ഷണങ്ങളെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും ആദ്യത്തെ കാര്യമാണ് ചെടികളിലുണ്ടാകുന്ന ഒരു പഴുപ്പ്, അതായത് ഒരു മഞ്ഞപ്പ്. ചെടികൾ പെട്ടെന്ന് തന്നെ പഴുക്കുന്നൊരു സാഹചര്യം തോട്ടങ്ങളിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഇൻഡിക്കേഷനാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ഇൻഡിക്കേഷനാണ് പച്ചയായിട്ട് നിൽക്കുന്ന തട്ടകൾ പകുതിയിൽ നിന്നും ഒടിഞ്ഞു പോകുന്നൊരവസ്ഥ. അപ്പം കർഷകർക്കാകെ സംശയം തോന്നും, വലിയ പഴുപ്പൊന്നും കാണുന്നില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് തട്ടകൾ ഇങ്ങനെ ഒടിയുന്നത് എന്നൊരു സംശയം വരും. പകുതിയിൽ നിന്നും തട്ടകൾ ഒടിയും, അതായത് സൂഡോസ്റ്റം ബ്രേക്ക് ആകാമെന്നൊക്കെ പറയും. നമ്മുടെ ഈ ഫിസേരിയം കുമിളുകൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ വാസ്കുലാർ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നത് വഴി അതിനുശേഷം ആ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം നശിച്ച് അവിടെ നിന്നും ഒടിഞ്ഞു വീഴും. അടുത്ത ഒരു ലക്ഷണമാണ് പോള പൊളിച്ചിൽ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ലക്ഷണം വെച്ചിട്ടാണ്, ഫിസേരിയത്തിൻ്റെ ലക്ഷണം വെച്ചിട്ടാണ്. അപ്പം കണ്ടമാനമായിട്ട് നമ്മുടെ ചെടികളിലെ പോളകൾ പൊളിഞ്ഞു വരുന്നത്, അതിനുശേഷം പൊളിഞ്ഞെടുത്തു നിന്നും നമ്മുടെ ചെടികൾ വട്ടം ഒടിഞ്ഞു പോകുന്ന ഒരു പ്രതീതിയൊക്കെയാണ് നമ്മുടെ ഈ ഫിസേരിയം രോഗത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ മണ്ണിൽ നിന്നും മേളിലേക്കുള്ള ഭാഗം, അതായത് ചെടികളുടെ ഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രോഗലക്ഷണങ്ങളാണ്. നമ്മൾ മണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റിയ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വേരുകളുടെ അറ്റം കരിഞ്ഞൊരി പോയ രീതിയിൽ ഒരു കറുത്ത കളറിലായിട്ട് നമുക്ക് കാണപ്പെടാൻ സാധിക്കും. പുതിയ പൊടിവേരുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല മണ്ണിൽ. അതുപോലെ തന്നെ വേരിനറ്റം കരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കടകളിൽ പോയിട്ട് നമ്മൾ മരുന്നുകൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഒരുപക്ഷെ നെമറ്റോഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വേരുപുഴു അടിയിലൊക്കെ പഴുക്കുന്ന ഒരു പ്രതീതി ഫിസേരിയത്തിനുമുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേരുപുഴു ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി മരുന്ന് റെക്കമെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ ഫീൽഡിലെ കണ്ടീഷൻ മനസ്സിലാക്കി ഫിസേരിയമാണോ വേരുപുഴുവാണോ നെമറ്റോഡാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിനുവേണ്ടിയുള്ള മരുന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് സമ്പൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ ഈ ഫിസേരിയം രോഗബാധേനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മണ്ണിലാണ് ഫിസേരിയത്തിൻ്റെ ആധിക്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മരുന്ന് കൊടുക്കേണ്ടത് മണ്ണിൽ തന്നെയാണ്.
കാരണം മണ്ണിൽ നിന്നും ഇവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓവറോളായിട്ട് ഇവരുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുകയും അതുവഴി നമ്മുടെ ചെടികളുണ്ടാകുന്ന ആ രോഗബാധനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഫോളോ ചെയ്യേണ്ടത് ഒരു കെമിക്കൽ മെത്തേഡാണ്. ആധിക്യം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു കെമിക്കൽ ഡ്രഞ്ചിങ്ങിലേക്ക് നമ്മൾ പോവുക. നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്ന് എന്ന് പറയുന്നതാണ് കാർബൺഡാസിം. അതൊരു 300 ഗ്രാം, അതിൻ്റെ കൂടെ മീൽക്കോൺ സൂപ്പർ അതൊരു 200 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 6 മുതൽ 8 ലിറ്റർ വരെ ഒരു ചെടിയുടെ ചുവട്ടിൽ കിട്ടുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കർഷകർക്കൊക്കെ ഒരു സംശയം വരും. നമ്മൾ റീസെൻ്റായിട്ട് നമ്മുടെ നേരത്തെ തൊട്ടുള്ള വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ഡ്രഞ്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാർബൺഡാസിം ഹെക്സാ കോമ്പിനേഷനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ നമ്മൾ ഈ ഫിസേരിയം പാത്തജൻസ് നമ്മൾ കൾച്ചർ ചെയ്തു. അതിനുശേഷം നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ, പലതരത്തിലുള്ള കോമ്പിനേഷൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതിൽ നമുക്ക് ഏറ്റവും എക്കണോമിക്കായിട്ട്, അതായത് നമുക്ക് അധികം കോസ്റ്റ് ആവാതെ നമുക്ക് ഏറ്റവും നല്ലപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷനായിരുന്നു കാർബൺഡാസിം ഹെക്സാ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാർബൺഡാസിം ഹെക്സാ കോമ്പിനേഷൻ ഒന്ന് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കാർബൺഡാസിം മീൽക്കോൺ സൂപ്പർ ഡ്രഞ്ചിങ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫിസേരിയം രോഗത്തെ മാത്രമല്ല നമ്മുടെ തട്ടമറിച്ചിൽ, അതായത് നമ്മുടെ റൈസെക്ടോണിയ കാരണമുണ്ടാകുന്ന തട്ടമറിച്ചിലിനെയും നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു കെമിക്കൽ കോമ്പിനേഷനാണത്. നേരത്തെ അത് ട്രൈ ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ലൊരു കോമ്പിനേഷനാണ് അസോക്സിസ്ട്രോബിൻ ടെബുകൊണാസോൾ അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷൻ. അതൊരു 150 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചുവട്ടിൽ ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 മുതൽ 7 ലിറ്റർ വരെ ലഭിക്കുന്ന രീതിയിൽ വേരുകൾക്കൊന്ന് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലപോലെ തന്നെ നമ്മുടെ ഫിസേരിയത്തിനെ കൺട്രോൾ ചെയ്യുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഡ്രഞ്ചിങ് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, ചൂട് കൂടുതലാണ്, മണ്ണ് നല്ലപോലെ ഉണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. നല്ല ഒരു നന കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലൈറ്റായിട്ട് നന കൊടുക്കുക. അങ്ങനെ ഒരു 8-9 ദിവസമെങ്കിലും നമ്മുടെ മണ്ണിലെ ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതല്ല, ഇപ്പോൾ തോട്ടങ്ങളിൽ അധികമായിട്ടൊന്നും ഫിസേരിയം കാണുന്നില്ല, ജസ്റ്റ് ചെറിയ രീതിക്കുള്ള പോളപൊളിച്ചിലേക്കേ ഉള്ളൂ, അധികം തട്ടിയൊടിച്ചിലൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ വേരുകൾക്ക് വലിയ കരിച്ചിലൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേയിങ്ങിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ സ്പ്രേയിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ 2 മരുന്നുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അധികം കോമ്പിനേഷൻസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഞാൻ ഇത്രയും നാളായിട്ട് നമ്മൾ ഫീൽഡുകളിൽ കൊടുത്തിട്ട് എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയ 2 കോമ്പിനേഷൻസാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് നമ്മുടെ അഡാമ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സമീർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ അധികം മാർക്കറ്റിൽ ആർക്കും കേട്ടുകേൾവിയുള്ള പ്രൊഡക്റ്റ് അല്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ റിസൾട്ട് കിട്ടിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻസ് വരുന്നത് പ്രോകൊളോറാസ് എന്ന് പറയുന്ന കെമിക്കൽ, അതൊരു 24.4%. അതിൻ്റെ കൂടെ ടെബുകൊണാസോൾ അതൊരു 12.1% കൂടെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു കെമിക്കൽ കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് 150 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിലെ ഡോസേജ് വരുന്നത്. നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തട്ടയ്ക്കുള്ള ആ ഒരു പഴുപ്പിൻ്റെ പ്രശ്നം, പോളപൊളിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് സ്പ്രേയിങ്ങിൽ കൺട്രോൾ കൊടുക്കുവാൻ വേണ്ടി സാധിക്കും. കുറേ ഡീലർമാരൊക്കെ നമ്മുടെ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്ത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം കർഷകരിലേക്ക് ഈ കെമിക്കൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫിസേരിയത്തിന് കൺട്രോൾ തരുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു കെമിക്കലാണ് നമ്മുടെ സിൻജണ്ട എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗ്ലോവിറ്റ് എന്ന് പറയുന്ന കെമിക്കൽ. പ്രൊപ്പിയോകൊണാസോൾ ഡൈഫെനോകൊണാസോൾ അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഗ്ലോവിറ്റിൻ്റേത്. അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് 200 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. നല്ലപോലെ നിന്ന് കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ പോളപൊളിച്ചിൽ ഫിസേരിയം പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് നല്ലപോലെ കൺട്രോൾ തരുന്ന മറ്റൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് കെമിക്കലി കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടു. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അതിൻ്റെ ഒരു ഫോളോ അപ്പ്, അതായത് തുടർച്ച ലഭിക്കണമെന്നുള്ളത്, എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു കെമിക്കൽ കൺട്രോൾ ചെയ്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഓർഗാനിക് ഡ്രഞ്ചിങ്ങും കൂടെ പ്ലാൻ ചെയ്യുക. അതായത് നമ്മൾ ജൈവമാർഗ്ഗം സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു ഡ്രഞ്ചിങ്ങും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുക. നമുക്ക് അതിൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കൊടുക്കാൻ പറ്റിയ കുറച്ച് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, ബാസിലസ് സബ്റ്റിലിസ്, അതുപോലെ തന്നെ നമ്മുടെ പാസിലോമൈസിസ് അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് മണ്ണിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റീസെൻ്റായിട്ട് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുത്തു വരുന്ന നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു 200 ലിറ്റർ വെള്ളം എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 കിലോ ചാണകം, നമ്മുടെ ഒന്നുകിൽ പുല്ല് തിന്നുന്ന പശുവിൻ്റെ ചാണകം അല്ലെങ്കിൽ നാടൻ പശുവിൻ്റെ ചാണകം, അത് 2 കിലോ ചാണകം എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ചാണകത്തിൻ്റെ തെളിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 2 കിലോ ചാണകം കിഴി കെട്ടിയിട്ട് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് അങ്ങിട്ടേക്കുക. ഒറ്റ ദിവസം വെച്ചാൽ മതിയാകും.
അടുത്ത ദിവസം നമ്മൾ ഈ കിഴി എടുത്ത് മാറ്റുക. അതിനുള്ളിൽ തന്നെ നമ്മുടെ ചാണകത്തിൻ്റെ തെളി നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്നോളും. അതായത് ആ മെറ്റീരിയൽസൊക്കെ ഊസ് ഔട്ട് ആയതിനു ശേഷം നമ്മൾ ആ കിഴി എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ 200 ലിറ്റർ വെള്ളത്തിൽ നിന്നും ഒരു 5 ലിറ്റർ എടുത്ത് നമ്മൾ മറ്റൊരു 200 ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് വേറൊരു ഡ്രമ്മിലേക്ക് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളെപ്പോഴും പറയാറുള്ള ട്രൈക്കോഡർമയുള്ള കണ്ടൻറ്റാണ്. ട്രൈക്കോഡർമയുടെ പോപ്പുലേഷൻ നല്ലപോലെ തന്നെ കൂടുതലായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് ട്രൈക്കോബിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നോളജി ബയോഫ്യൂഷൻ ടെക്നോളജിയിൽ വരുന്ന നല്ലൊരു ടെക്നോളജിയാണ്. അപ്പം അതിന് ട്രൈക്കോബിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 100 മില്ലി. അതിൻ്റെ കൂടെ സ്യൂഡോമോണാസ് ഫൈറ്റോസ്യൂഡോ അതൊരു 100 മില്ലി. അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു പ്രൊഡക്റ്റാണ് പ്രോബസ് എന്ന് പറയുന്നത്. ബാസിലസ് സബ്റ്റിലിസും ബാസിലസ് മെഗാറ്റിലും അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് പ്രോബസ്. അതൊരു 100 മില്ലി. അതിൻ്റെ കൂടെ നമ്മുടെ പാസിലോമൈസസ്, അതായത് നമ്മുടെ നെമറ്റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ പാസിലോമൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രൈക്കോഡർമ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലുള്ള അഴുകൽ രോഗങ്ങൾ, അതായത് പിത്തിയം, ഫൈറ്റോഫ്തോറ, റൈസെക്ടോണിയ പോലെയുള്ള കുമിളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാസിലസ്, നമ്മുടെ സൂഡോമോണസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫിസേരിയം കുമിളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് 4ഉം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ വേരുകൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ മണ്ണിലുള്ള രോഗങ്ങളെ നമുക്ക് നല്ലപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫിസേരിയം എന്നും അതുപോലെ തന്നെ ഏതൊക്കെ വിധത്തിലാണ് ഇത് നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നത് എന്നും നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട്, ഏറ്റവും എക്കണോമിക്കായിട്ട്, അധികം നമുക്ക് കോസ്റ്റൊന്നും ആകാതെ നമുക്ക് ബെസ്റ്റായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതികളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു. അപ്പോൾ കൂടുതൽ സംശയമുള്ളവർ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡിൽ ഈ ഫിസേരിയത്തിൻ്റെ ആധിക്യം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ മരുന്നുകൾ നിശ്ചയിക്കാനായിട്ട്. സംശയമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഫീൽഡ് വിസിറ്റ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.